ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ കൗണ്ടർ ടൈപ്പ് ആയിരുന്നു. കൗണ്ടർ ടൈപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ, ഇതിൽ നമ്മളൊരു ഇൻപുട്ട് അനലോഗ് സിഗ്നൽ കൊടുത്തിരുന്നെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് അനലോഗ് ആക്കി മാറ്റാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൺവേർഷന് ശേഷം കൗണ്ടർ അവിടെ റീസെറ്റ് ആയിട്ട് ആദ്യം തൊട്ട് കൗണ്ട് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ ടൈപ്പ് ADCയിൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന ടൈം ഇൻപുട്ട് അനലോഗ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നിരുന്നത്. ഇൻപുട്ട് അനലോഗ് വോൾട്ടേജിനെ ഹൈ ആയിരുന്നെങ്കിൽ ആ സമയത്ത് കൺവേർഷൻ ടൈം കൂടുതലായിരുന്നു ആരെടുത്തിരുന്നത്, കൗണ്ടർ ടൈപ്പ് ADC എടുത്തിരുന്നത്. അപ്പോൾ ഈ എല്ലാ ഡിസഡ്വാൻറ്റേജസിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC പഠിക്കുന്നത്. ഈ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADCയുടെ സർക്യൂട്ടും സംവാട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് കൗണ്ടർ ടൈപ്പ് ADC ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഈ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്. ഒരു കമ്പറേറ്റർ ഉണ്ട്, കൗണ്ടറിന് പകരം ഇവിടെ എന്തുണ്ട്, ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ഉണ്ട്, ഒരു DAC ഉണ്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഇൻപുട്ട് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്, അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ്. കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് സക്സസീവ് രജിസ്റ്ററിലേക്ക്, അപ്രോക്സിമേഷൻ രജിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് നമുക്ക് ഡിജിറ്റൽ വാല്യൂ കിട്ടുന്നത്. എൻ്റെ MSB, എൻ്റെ LSB വാല്യൂ കിട്ടും. ഈ ഡിജിറ്റൽ വാല്യൂക്ക് അഗെയിൻ ഗിവിംഗ് ടു എ DAC, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഈ ഡിജിറ്റൽ വാല്യൂവിനെ പിന്നെയും അനലോഗ് ആക്കിയിട്ട് നെഗറ്റീവ് ടെർമിനൽ ഓഫ് പാമ്പിലേക്ക് കൊടുക്കും. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു അത്? നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ VA എന്നുള്ള പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ DACൽ നിന്ന് വരുന്ന വോൾട്ടേജ് VD ആണ് അല്ലെ. സോ വെൻ ദിസ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദ DAC കൂടെ വരുന്ന റെഫറൻസ് വോൾട്ടേജ് VD ആണെങ്കിൽ ഒപ്പാമ്പിന്റെ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ വിൽ ബി ഹൈ ആയിരിക്കും അല്ലെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഇൻപുട്ട് വോൾട്ടേജ് എപ്പോഴാണോ DACന്റെ വോൾട്ടേജിനേക്കാൾ താഴെ പോകുന്നത് ആ സമയത്ത് ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ വാല്യൂ വിൽ ബി ഗോ ടു ലോ വാല്യൂ അല്ലെ. എപ്പോഴാണോ VAA ഹൈ ആവുന്നത് ആ സമയത്ത് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. എപ്പോഴാണോ VAA ചെറുതും VD വലുതും ആവുന്നത് ആ സമയത്ത് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് വാല്യൂ 0 ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SAR രജിസ്റ്റർ ആണ്, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ. സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ഒരു അൽഗോരിതം പെർഫോം ചെയ്യും. അൽഗോരിതം എന്ന് പറയുമ്പോൾ അത് എന്ത് അൽഗോരിതം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെ. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് അൽഗോരിതം എന്ന് പറയുന്നത്, എൻ്റെ സർക്യൂട്ട് ഓൺ ആവുന്ന സമയത്ത് എൻ്റെ സർക്യൂട്ട് ഇനീഷ്യലി SAR രജിസ്റ്ററിൽ ഉണ്ടാവുന്ന വാല്യൂ, ഞാൻ സപ്പോസ് ഒരു 3 ബിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. SAR രജിസ്റ്ററിൽ ഉണ്ടാവുന്ന വാല്യൂ 000 ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇനീഷ്യലി ഇത് 000 ഇരിക്കുന്നത്. വെൻ ദ സർക്യൂട്ട് ഈസ് ഓൺ, ദ MSB ബിറ്റ് ഓഫ് ദിസ് വാല്യൂ സ്റ്റോർഡ് ഇൻ ദ SAR വിൽ ചേഞ്ച് ടു 100 ആവും. അപ്പൊ ഇനീഷ്യലി ഉണ്ടായിരുന്ന 00 ആണെങ്കിൽ അതിന് എന്താണോ ഉള്ളത് അതിന്റെ MSB ബിറ്റ് 1 ആയിട്ട് അവിടെ സെറ്റ് ചെയ്യപ്പെടും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അൽഗോരിതത്തിന്റെ ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? നമ്മളിവിടെ ഫസ്റ്റ് സെറ്റ് MSB വാല്യൂ ടു 1. ഇനീഷ്യലി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് 000 ആണെങ്കിൽ അതിന്റെ MSB വാല്യൂ 1 ആവും. ദ ഹോൾ വാല്യൂ ഇൻ ദ SAR രജിസ്റ്റർ ബിൻ വിൽ ബിക്കം 100. സെക്കൻഡ് എന്ന് പറയുന്നത്, എപ്പോഴാണോ കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 1 വരുന്നത് ആ സമയത്ത് നെക്സ്റ്റ് ബിറ്റിനെ സെറ്റ് ആവും. സപ്പോസ് ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, 100 ആണ് അല്ലെ. ആ സമയത്ത് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 1 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ MSBക്ക് തൊട്ടടുത്തുള്ള ബിറ്റ് വരുന്നത് ഏതാണോ ആ ബിറ്റിനെ കൂടെ നമ്മൾ എന്താക്കും, 1 ആക്കും. അപ്പൊ എന്തായിരിക്കും വരിക, 110 വരും. കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 1 വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 1 ആക്കിയ MSBയുടെ തൊട്ടടുത്തുള്ള ബിറ്റ് കൂടെ നമ്മൾ 1 ആക്കും. അപ്പോൾ ഇനി കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് 0 ആണ് വന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 0 ആണ് വന്നതെങ്കിൽ ഇപ്പൊ 110 ഇരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് 0 വന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ, when the output of the comparator is 0, ലാസ്റ്റ് സെറ്റ് ബിറ്റ് ഈസ് ഗോയിങ് ടു ബി റീസെറ്റ്. ലാസ്റ്റ് സെറ്റ് ചെയ്ത ബിറ്റ് ഏതാണ്? ഈ 1 ആണ്. അത് റീസെറ്റ് ആവും. ആൻഡ് നെക്സ്റ്റ് ബിറ്റ് വിൽ ബി സെറ്റ്. ഈ ലാസ്റ്റ് സെറ്റ് ചെയ്ത 10 ആവും. അടുത്ത ബിറ്റിനെ 1 ആയി സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതെന്തുമായി മാറും? 1. ഈ ലാസ്റ്റ് സെറ്റായ ബിറ്റ് 1 എന്തായി? 0 ആയിട്ട് റീസെറ്റ് ആവും. അടുത്ത ബിറ്റ് 0 എന്തായി? 1 ആയിട്ട് സെറ്റ് ആവുകയും ചെയ്യും. സോ
ഈ രീതിയിലുള്ളൊരു അൽഗോരിതം പെർഫോം ചെയ്യുന്ന ഒരു SIR രജിസ്റ്റർ ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പം നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇനീഷ്യലി 000 ഉണ്ടായിരുന്നു. അത് സർക്യൂട്ട് ഓൺ ആകുമ്പോൾ അതിൻ്റെ MSB മാറിയിട്ട് എന്തായി? 100 ആയി അല്ലേ? ഇനി നമുക്ക് ഈ 100 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 100 എന്ന് പറയുന്ന സിഗ്നല് വന്ന് നിൽക്കുന്ന സമയത്ത് 100 വരുന്ന സമയത്ത് നമുക്ക് രണ്ട് കണ്ടീഷൻസ് പോസിബിൾ ആണ്. ഏതൊക്കെയാണ്? ഒന്ന് 1 വരാം കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ടിൽ. സപ്പോസ് ഇവിടെയാണ് 100 വന്ന് നിൽക്കുന്നത്. എവിടെയാണ്? 100. ഇത് n ബിറ്റ് ആണ് സക്സസീവ് രജിസ്റ്റർ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ 3 ബിറ്റ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ 100 വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വോൾട്ടേജ് ഇങ്ങോട്ട് ചെന്നിട്ട് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ടിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് 1 വരാം അല്ലെങ്കിൽ 0 വരാം. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഒന്ന് 1 വരാം അല്ലെങ്കിൽ 0 വരാം. 1 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 1 വന്നു കഴിഞ്ഞാൽ MSB ഓൾറെഡി 1 ആക്കിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത ബിറ്റ് കൂടെ നമ്മൾ 1 ആക്കും. ആ 0 അപ്പുറത്ത് അങ്ങനെ തന്നെ വരും. ഇനി 0 ആണ് വന്നതെങ്കിൽ എന്താണ് വരിക? എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഓൾറെഡി ഇവിടെ സെറ്റായി നിൽക്കുന്ന ലാസ്റ്റ് സെറ്റായി നിൽക്കുന്ന ബിറ്റ് MSB 1 ആണ്. അതിനെ റീസെറ്റ് ചെയ്യും. അടുത്ത ബിറ്റ് സെറ്റ് ആക്കും. ഓക്കെ, അപ്പൊ 0 1 0 കിട്ടും. ഇനി നമുക്ക് ഇതിന് രണ്ട് വേറെ ഈ 110ക്ക് രണ്ട് പോസിബിലിറ്റി ചെയ്താൽ അല്ലെ? അതെങ്ങനെയാണ്? നമുക്ക് ഇവിടെ 1 1 0 ആണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ വോൾട്ടേജ് ഇവിടേക്ക് VDയിലോട്ട് പോയി V ആയിട്ട് കമ്പയർ ചെയ്തിട്ട് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഐദർ 1 വരാം അല്ലെങ്കിൽ 0 വരാം. അപ്പൊ നമുക്ക് എന്താ? 1 വരാം 0 വരാം. അപ്പൊ 1 വരുന്ന കണ്ടീഷനിൽ എന്താണ്? ഇപ്പോൾ നിലവിൽ സെറ്റായി നിൽക്കുന്ന ബിറ്റിന്റെ അപ്പുറത്തെ ബിറ്റ് കൂടെ നമ്മൾ എന്താക്കും? 1 ആക്കും. സോ നമ്മുടെ സിഗ്നൽ SIR രജിസ്റ്റർ എന്തായി വരാൻ സാധ്യതയുണ്ട്? പ്രോബബിലിറ്റി 1 1 1 വരാം. ഇനി 0 ആണെങ്കിൽ നിലവിൽ ലാസ്റ്റ് സെറ്റായി നിൽക്കുന്ന ബിറ്റിനെ 0 ആക്കിയിട്ട് അടുത്ത ബിറ്റിനെ 1 ആക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരാം? 1 0 1 വരാം. അതുപോലെ തന്നെ ഇതിനും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. 1 വരാം 0 വരാം. 1 വരികയാണെങ്കിൽ ലാസ്റ്റ് സെറ്റായ ബിറ്റിന്റെ അടുത്ത ബിറ്റിനെ 1 ആക്കും. ഇതെന്ത് വരും? 0 1 1 വരും. 0 ആണെങ്കിൽ എന്താ ചെയ്യുക? ലാസ്റ്റ് സെറ്റായി നിൽക്കുന്ന ബിറ്റിനെ 0 ആക്കിയിട്ട് അടുത്ത ബിറ്റിനെ 1 ആക്കും. അപ്പൊ ഇതെന്ത് വരും? 0 0 1 എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്കിവിടെ ലാസ്റ്റ് 1 1 1 വന്നു. ഇനി ഇതിനും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ 1 വരാം അല്ലെങ്കിൽ 0 വരാം കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ടിൽ. 1 വന്നു കഴിഞ്ഞാൽ ഇനി അവസാനത്തെ 1 വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താണ്? ലാസ്റ്റ് ബിറ്റിന് ഇനി അടുത്ത ബിറ്റിനെ 1 ആക്കാം. ഇവിടെ ഇനി അടുത്ത ബിറ്റ് ഉണ്ടോ 1 ആക്കാൻ? ഇല്ല. അപ്പൊ വി വിൽ ബി റൈറ്റിംഗ് ദ സെയിം വാല്യൂ. നമുക്ക് എന്താണോ ഇവിടെ കിട്ടുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ ലാസ്റ്റ് എഴുതുന്നുണ്ടാവുക. എന്നുവെച്ചാൽ ലാസ്റ്റ് ബിറ്റിനെ ഇനി അവിടെ 1 ആക്കാനില്ല. അപ്പോൾ കിട്ടിയ വാല്യൂ തന്നെ അവിടെ എഴുതുക. 0 ആണ് വരുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 0 ആണ് വരുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സെറ്റായ 1 എന്ന ബിറ്റിനെ 0 ആക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 1 1 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, 1 1 0. ഇനി അടുത്ത ബിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 1 0 ലാസ്റ്റ് ബിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 ആക്കി മാറ്റാം. ഇനി 1 0 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 ആണെങ്കിൽ ലാസ്റ്റ് ബിറ്റിനെ എന്ത് ചെയ്യണം? 1 ആക്കണം. ഇവിടെ ലാസ്റ്റ് ബിറ്റ് ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ ഉണ്ടോ സെറ്റ് ആക്കാൻ? ഇല്ല. അപ്പൊ നമുക്ക് അതേ സാധനത്തിന് തന്നെ ഇവിടോട്ട് എഴുതാം. 0 ആണ് വരുന്നതെങ്കിൽ നിലവിൽ സെറ്റായി നിൽക്കുന്ന ഫസ്റ്റ് 1 എന്ന് പറയുന്ന ബിറ്റിനെ 0 ആക്കി മാറ്റിയിട്ട് അടുത്ത ബിറ്റ് നമ്മൾ 1 ആക്കണം. ഇവിടെ അടുത്ത ബിറ്റ് 1 ആക്കാൻ പാകത്തിനില്ല. പക്ഷെ ലാസ്റ്റ് സെറ്റായി നിൽക്കുന്നതിനെ നമുക്ക് 0 ആക്കി മാറ്റാൻ പറ്റും. അതവിടെ ചെയ്തു. 1 0 0 വന്നു. ലാസ്റ്റ് ഈ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 0 0 1 1 വരികയാണെങ്കിൽ അടുത്തതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് 1 ആക്കായിരുന്നു. പക്ഷെ നമുക്കിവിടെ അടുത്ത ബിറ്റ് ഇല്ല. സോ ദിസ് ഇസ് 0 1 1 ആയിട്ട് തന്നെ നിൽക്കും. ഇനി 0 1 1ൽ 0 വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? അവസാനം സെറ്റായ ബിറ്റ് എന്താവും? അത് 0 ആവും. അടുത്ത ബിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് 1 ആയി മാറിയാണ്. ഓക്കെ, അടുത്ത ബിറ്റിനെ സെറ്റ് ആക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ 0 1 0 വരും. 0 0 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇനി 0 0 1ന് നമുക്ക് 1 വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ബിറ്റ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ആവണമായിരുന്നു. ഇവിടെ ഇനി 3 ബിറ്റേ ഉള്ളൂ, സെറ്റ് ആവാനൊന്നുമില്ല. വി വിൽ ബി റൈറ്റിംഗ് 0 0 1 ഇറ്റ് സെൽഫ്. ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ലാസ്റ്റ് സെറ്റായ ബിറ്റ് എന്താണോ അതിനെ നമ്മൾ 0 ആക്കും. അടുത്ത ബിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ 1 ആക്കിയേനെ. അതില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 0 0 0 തന്നെ കിട്ടി. ഓക്കെ,
അപ്പോൾ ഈ ലാസ്റ്റത്തെ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 3-bit രജിസ്റ്റർ ആണ് നമ്മുടെ SAR രജിസ്റ്റർ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 000 തൊട്ടിട്ട് 11 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് 8 കണ്ടീഷൻസേ വരുള്ളൂ. ഈ 8 കണ്ടീഷൻസും നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. 8 ടേംസ് വരാനുള്ള പ്രോബബിലിറ്റി നമ്മളിവിടെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 000 തൊട്ടിട്ട് 111 വരെയുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മളിവിടെ ചെക്ക് ചെയ്തു. ഈ 3-bit രജിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഇത് മൊത്തം ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ എത്ര ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും? നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ക്ലോക്ക് സൈക്കിള്, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളത് മൊത്തം പെർഫോം ചെയ്യാൻ അടുത്ത ക്ലോക്ക് സൈക്കിള്, അടുത്തത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ചെയ്യാൻ 3rd ക്ലോക്ക് സൈക്കിൾ. അപ്പൊ മൊത്തം ഈ 8 കണ്ടീഷൻസും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3-bit രജിസ്റ്റർ SAR എടുത്തപ്പോൾ നമുക്ക് 3 സൈക്കിൾസേ വേണ്ടി വന്നിട്ടുള്ളൂ. മൊത്തം കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ 3-bit SARൽ നമ്മൾ വാല്യൂ കൊടുത്തപ്പോൾ മൊത്തം ഈ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ എത്ര സൈക്കിൾസേ വേണ്ടി വന്നുള്ളൂ? 3 സൈക്കിൾസ് ആയിരിക്കും. ഇനിയിപ്പോൾ സപ്പോസ് നമ്മളിവിടെ 4-bit ആണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. 100 4-bit ആണ് കൊടുക്കുന്നത് വെച്ചാൽ SAR 4-bit വാല്യൂ ആയിട്ട് എടുക്കണമെങ്കിൽ കംപ്ലീറ്റ് ഓപ്പറേഷൻസിന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര സൈക്കിൾ വേണ്ടി വരും? 4 സൈക്കിൾസ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമല്ല, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കൗണ്ടർ ടൈപ്പിനേക്കാളും ഈ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് രജിസ്റ്ററിന്റെ കൺവേർഷൻ ടൈം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടെ പെട്ടെന്നായിരിക്കും നമുക്ക് ADCനെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. ഇത് മാത്രമല്ല, നമ്മുടെ സക്സസീവ് അപ്രോക്സിമേഷൻ ADCയുടെ കൺവേർഷൻ ടൈം ഫിക്സഡ് കൺവേർഷൻ ടൈം ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 3 ബിറ്റ് രജിസ്റ്റർ ആണ് എടുക്കുന്നെങ്കിൽ, SARൽ 3 ബിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 3 സൈക്കിൾ കൊണ്ട് നമ്മുടെ കൺവേർഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ആ അനലോഗ് സിഗ്നൽ കൊടുത്തത് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ 4 ബിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ആകെ 4 സൈക്കിൾസ് മതി അതിന് മൊത്തം അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ 4 ബിറ്റ് ആണ് എടുത്ത് വെച്ചാൽ നമുക്കറിയാം എത്ര സൈക്കിളേ വേണ്ടി വരൂ. 4 സൈക്കിൾസേ കൺവേർഷൻ കംപ്ലീഷന് വേണ്ടിയിട്ട് അവിടെ ആവശ്യം വരുന്നുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്ക് സപ്പോസ് ഇൻപുട്ട് വോൾട്ടേജ് ഞാനിവിടെ ഒരു 13 വോൾട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 13 വോൾട്ട്. ഞാനിവിടെ ഈ കേസിൽ എക്സാമ്പിൾ 4-bit SAR ആണ് കൺസിഡർ ചെയ്യണത്. 4-bit എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇനീഷ്യലി 000 ആയിരിക്കും. വെൻ ദ സർക്യൂട്ട് ഈസ് ഓൺ, നമ്മുടെ ഈ MSB മിനിറ്റ് മാറിയിട്ട് എന്തായി മാറിയിട്ടുണ്ടോ? 100 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യലി സർക്യൂട്ട് ഓൺ ആവുന്ന സമയത്ത് SAR രജിസ്റ്ററിലുള്ള വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 1000 ആണ്. ആ സമയത്ത് ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് വരുന്നുണ്ടാവും? 1000 വരുന്നുണ്ടാവും 4 ബിറ്റിൽ കൂടെ. ഈ 4 ബിറ്റിന് നമുക്കറിയാം 8421 കോഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1000ന് കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? ദിസ് ഈസ് 8 വോൾട്ട് ആണ്. അപ്പോൾ ഡാക്കിൽ നിന്ന് ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1000. ഇത് ഈ 100 എന്നുള്ള ഡിജിറ്റൽ വാല്യൂ ഡാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. ആ അനലോഗ് വാല്യൂ എത്രയാണ്? 8 വോൾട്ട് ആണ്. ആ 8 വോൾട്ട് ആണ് ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്താ കമ്പയർ ചെയ്യുക? ഇൻപുട്ട് വോൾട്ടേജ് VA ഗ്രേറ്റർ ദാൻ VD ആണോ എന്ന് കമ്പയർ ചെയ്യും. എന്താ VA 13 വോൾട്ട് ആയിരുന്നു. ഇവിടെ നമ്മുടെ VD എന്താണ് വരുന്നത്? VD നമുക്ക് വരുന്നത് 8 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഹയർ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കമ്പാരേറ്റർ എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ 1 ആണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? SARലുള്ള രജിസ്റ്ററിലെ 100ലെ നെക്സ്റ്റ് ബിറ്റിനെയും കൂടി MSBക്ക് ശേഷമുള്ള നെക്സ്റ്റ് ബിറ്റിനെയും കൂടി സെറ്റ് ആക്കും. അപ്പോൾ നമ്മുടെ SAR രജിസ്റ്ററിലെ നിലവിലെ വാല്യൂ എന്താണ്? 1100 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും കിട്ടുക? 1100 ആണ് കിട്ടുക. 1100 DACയിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് വോൾട്ടേജ് എത്രയാണ്? 12. എഗെയിൻ ചെക്ക് ചെയ്യും. 13 വോൾട്ട് ഗ്രേറ്റർ ദാൻ 12 വോൾട്ടേജ് ആണോ? ആണ്. അപ്പൊ എഗെയിൻ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ എന്താണ്? 1 ആണ്. ആ കേസിൽ എന്ത് സംഭവിക്കും? നമ്മുടെ 1100ലെ SAR രജിസ്റ്റർ 11 അടുത്ത ബിറ്റ് കൂടെ 1 ആക്കും അല്ലെ. അപ്പൊ നമ്മുടെ SAR രജിസ്റ്ററിൽ ഇപ്പം എന്തുണ്ട്? 1110 ഉണ്ട്. 1110 എന്ന് പറയുന്നത് എത്രയാണ്? 14 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 14 വോൾട്ട് കിട്ടും. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഈ റെഫറൻസ് വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജിനെക്കാളും വലുത്. സോ നമുക്ക് ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ എന്ത് കിട്ടും? 0 കിട്ടും. 0 വന്നു കഴിഞ്ഞാൽ SAR രജിസ്റ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? നമ്മുടെ നിലവിൽ സെറ്റായ അവസാനത്തെ ബിറ്റിനെ 0 ആക്കും, അടുത്ത ബിറ്റിനെ 1 ആക്കും. അപ്പൊ 1101 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക.
അപ്പൊ നമുക്ക് നിലവിൽ എന്താ കിട്ടിയത്? 1101 ആണ്. 1101 കറസ്പോണ്ടിങ് വോൾട്ടേജ് എന്താണ്? 13 വോൾട്ട് ആണ്. 13 വോൾട്ട്, ഇൻപുട്ടും 13 ഔട്ട്പുട്ടും 13, അല്ലെ VDയും 13. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വന്നു. ഈ കേസിൽ നമ്മുടെ സർക്യൂട്ട് വർക്കിംഗ് നിർത്തും. ഓക്കെ, ഈ രീതിയിലാണ് സക്സസീവ് അപ്രോക്സിമേഷൻ